ഓച്ചിറയിലെ ക്ഷേത്രാങ്കണത്തിൽ യോദ്ധാക്കൾ അംഗം കുറിച്ചു. ആചാരവും വിശ്വാസവും ഏറെയുള്ള ഓച്ചിറക്കളി കണ്ടുനിന്നവർക്കും ആവേശമായി. രാജവംശങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രസിദ്ധമായ ഓച്ചിറക്കളി. ഇത്തവണയും ഓച്ചിറ ക്ഷേത്രാങ്കണം യുദ്ധഭൂമിയായി മാറി. ഓണാട്ടുകരക്കാർക്ക് പണ്ടുകാലത്തെ ഓർമ്മ പുതുക്കലാണ് മിഥുനം 1ഉം 2ഉം. നാട്ടുകാർ ക്ഷേത്രത്തിൽ ഒത്തുചേർന്ന് പടനിലത്തെ അങ്കത്തട്ടിൽ ഏറ്റുമുട്ടുന്നതാണ് ഓച്ചിറക്കളി. കായംകുളം വേണാട് രാജവംശങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ രണസ്മരണകളാണ് ഇവിടെ. പണ്ടുകാലത്ത് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയത് ഓച്ചിറ പടനിലത്താണെന്ന് വിശ്വസിക്കുന്നു. കാലം മുന്നോട്ടു പോകുമ്പോഴും ആ പഴയ പോരാട്ടവീര്യം ഒട്ടും ചോർന്നിട്ടില്ല. പ്രസിദ്ധവും പുണ്യപുരാതനവുമായ ഭക്തവത്സലൻ കൈലാസനാഥൻ കുടികൊള്ളുന്ന ഓച്ചിറ മണ്ണ്. ഈ ഓച്ചിറ മണ്ണെന്ന് പറയുമ്പോൾ കുന്നും മലയും മഞ്ഞും മഞ്ഞുകൂട്ടി പക്ഷികളും കാടും കാട്ടരുവികളും കാട്ടാനകളും കേരവൃക്ഷങ്ങളും അടങ്ങുന്ന നെൽപ്പാടവും ഇറങ്ങിയ സുന്ദര കേരളം. അതിന്റെ മണ്ണാണ് ഓച്ചിറ മണ്ണ്, ഓണാട്ടുകര മണ്ണ്. രണ്ട് കരകൾ ചോദിച്ച് യുദ്ധം പ്രാപിക്കുന്ന ഒരു കല ഈ ലോകത്ത് എന്നുമില്ല. ഞങ്ങളുടെ ഓച്ചിറ മണ്ണിനെ ഉള്ളു. എല്ലാവർക്കും ഓച്ചിറ കളിയുടെ ആശംസകൾ നേരുന്നു. ഇതിനായി 1 മാസത്തോളം പരിശീലനവുമുണ്ട്. പടത്തലവന് കൊടിക്കൂറ കൈമാറി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് യോദ്ധാക്കളെ സ്വീകരിച്ചത്. യോദ്ധാക്കൾ ഒന്നിച്ച് ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തു. ശേഷം ഇരുഭാഗങ്ങളിലായി അണിനിരുന്ന യോദ്ധാക്കൾ കരക്കളിക്ക് ശേഷം 8 കണ്ടത്തിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടി. വിവിധ കളരിപ്പയറ്റു സംഘങ്ങളുടെ പ്രദർശനവും ഓച്ചിറക്കളിയുടെ ഭാഗമായി. പോരാട്ട വീര്യത്തോടെ യോദ്ധാക്കൾ ഏറ്റുമുട്ടിയത് ഓണാട്ടുകരക്കാർക്ക് ആവേശമായി. ജനം, കൊല്ലം.